നമ്മുടെ കൊച്ചി ഭദ്രാസന ഓൺലൈൻ സൺഡേ സ്കൂൾ പ്രോഗ്രാം 5 ആഴ്ചകൾ പിന്നിട്ടിരിക്കും. ദൈവകൃപയാൽ ഒരുപാട് പേരുടെ അധ്വാനം വഴി ആവോളം ഭംഗിയായി ഈ പരിപാടി നടക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിന് വക നൽകുന്നു. സ്കൂളിൽ പോയി ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ നമുക്ക് ഒരു പ്രത്യേക ക്രമീകരണം എന്നുള്ള നിലയിലാണ് ഈ ഓൺലൈൻ സൺഡേ സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൽ കുഞ്ഞുങ്ങൾ സഹകരിക്കുന്നു, അധ്യാപകർ സഹകരിക്കുന്നു എന്നുള്ളത് ശുഭോദർക്കമാണ്. ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. ഈ ദിവസങ്ങളിൽ നടത്തിയ ക്ലാസുകളെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഇടയായി. അതിനുവേണ്ടി നന്നായി തയ്യാറെടുത്ത അധ്യാപകരെ അഭിനന്ദിക്കുന്നു. എല്ലാം നേതൃത്വം കൊടുക്കുന്ന സൺഡേ സ്കൂൾ ഡയറക്ടർ കുറിയാക്കോസ് സാറിനെയും ഭദ്രാസന സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റായിരിക്കുന്ന ഇജു വർഗീസ് അച്ഛനെയും മറ്റെല്ലാ പ്രവർത്തകരെയും സംപ്രേഷണം ചെയ്യുന്ന സഹോദരനെയും ഞാൻ പൂർണ്ണ മനസ്സോടെ അഭിനന്ദിക്കും. നിങ്ങളുടെ എല്ലാം പ്രയത്നങ്ങൾക്ക് ദൈവം നല്ല പ്രതിഫലം തരട്ടെ. നമ്മൾ അധ്വാനിക്കുന്നത് ദൈവത്തിനു വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും കർത്താവിന്റെ വാത്സല്യമതികളായ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ്. അവരുടേതാണ് സഭ, നമ്മുടെ എല്ലാം കൂടെയാണ് സഭ. ഇവിടെ ഇന്നും നാളെയുമായി സഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട കുഞ്ഞുങ്ങൾ എങ്ങനെ വളരണമെന്ന് തീരുമാനിക്കുന്നതിൽ നമുക്കും ഒരു പങ്കുണ്ട്. അവരുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ നന്നായി ഇതിൽ പങ്കെടുക്കണം. നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ നന്നായി നിങ്ങൾ പരിശോധിച്ച് പഠിക്കണം. അതുപോലെ തന്നെ അധ്യാപകരും വേദപുസ്തകവും സഭാചരിത്രവും വേദവ്യാഖ്യാനവും അതോടൊപ്പം പാഠപുസ്തകങ്ങൾ നന്നായി പഠിച്ച് മനനം ചെയ്ത് അവരവരുടെ ചിന്തയും ചേർത്ത്, നമ്മൾ ഇത്രയൊക്കെ വായിക്കുമ്പോൾ ദൈവം നല്ല ചിന്തകൾ തരും. ആ ചിന്തകളും കൂടെ കൂട്ടിയിണക്കി വേണം നിങ്ങൾ പഠിപ്പിക്കാൻ പോകാൻ. കേവലം പുസ്തകജ്ഞാനം കൊണ്ട് മാത്രം പഠിപ്പിക്കാനോ സാധ്യമല്ല. നല്ല ചിന്തകൾ ദൈവം തരും. ആ ചിന്തകൾ കോർത്തിണക്കി പാഠഭാഗത്തോട് ചേർത്ത് വെളിച്ചത്തിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ക്ലാസുകൾ നടത്താം. പ്രത്യേക നമ്മുടെ അഖില മലങ്കര സൺഡേ സ്കൂൾ ദിനമാണ്, സൺഡേ സ്കൂൾ ഡേ. അപ്പൊ അത് മനസ്സിലിരിക്കണം. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നല്ല ലോർഡ്സ് ഡേ ആണ് ഈ വർഷത്തെ സൺഡേ സ്കൂൾ ദിനം. ഈ ലോക്ക്ഡൌൺ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുകയും വളരെ ആഹ്ലാദകരമായ കുഞ്ഞുങ്ങൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ വർഷം ഇതൊന്നും നമുക്ക് സാധ്യമല്ലാതെ ഇരിക്കുന്നു. എങ്കിലും സൺഡേ സ്കൂൾ ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് സൺഡേ സ്കൂൾ ഡേ. നമ്മുടെ ആ കൂട്ടം കൂടുകയോ മീറ്റിങ്ങോ മാത്രമല്ലല്ലോ സൺഡേ സ്കൂൾ ഡേ എന്ന് പറഞ്ഞാൽ. ലോർഡ്സ് ഡേ എന്ന് പറഞ്ഞ പോലെ സൺഡേ സ്കൂളിനെ നമ്മൾ നെഞ്ചിലേറ്റ് സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള മലങ്കര സഭ സൺഡേ സ്കൂൾ പ്രവർത്തകർക്ക് വേണ്ടി, for the whole family of Orthodox Sunday School. We pray for every one of them, all the Sunday schools in all the countries, all the Orthodox Sunday schools, all children, all teachers, all directors, everyone associated with the Malankara Orthodox Syrian Sunday School Association. Let us try to strengthen our Sunday School Association. In spite of the COVID-19 difficulties, let us all join together, work together to see that Sunday school activities, especially the Sunday online Sunday school program, is a grand success. If we all come together in one spirit, with one intention, with enthusiasm, our program can never fail. So let us all put our efforts together, pray together, learn together, and praise the Lord together. The Sunday School Day വിജയകരമായിട്ട് നമുക്ക് നടത്താം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ
അതിന്റെ ചുമതലക്കാർ നിങ്ങളെ അറിയിക്കും. ഓരോ ആഴ്ച കഴിയുന്തോറും സൺഡേ സ്കൂൾ പാഠങ്ങൾ കുറെ കൂടെ റിഫൈൻഡ് ആയിട്ട് നന്നായിട്ട് വരുന്നതെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. നമ്മൾ അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുക. എക്സ്പീരിയൻസ് ഈസ് അവർ ഗ്രേറ്റ് ടീച്ചർ. അപ്പോൾ ഓരോ ആഴ്ചത്തെ അനുഭവങ്ങളിലും ഫീഡ്ബാക്കും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കുറെ കൂടെ റിഫൈൻഡ് ആയിട്ട് മുമ്പോട്ട് പോകണം. ഒരു ഫീഡ്ബാക്ക് സെഷൻ കഴിഞ്ഞു, അടുത്തത് അറിയിക്കുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഫീഡ്ബാക്ക് ലഭിക്കുന്ന നമുക്ക് വലിയൊരു പ്രചോദനമാണ്, ഇൻസ്പിറേഷൻ തരുന്നതാണ്. ആ ഫീഡ്ബാക്ക് അനുസരിച്ച് വേണം അടുത്ത ലെസൺ കാര്യങ്ങളൊക്കെ ആകാൻ. കൂടാതെ നമുക്ക് 1 മാസം ആകുമ്പോഴേക്കും നമ്മുടെ എക്സാമിനേഷൻ കാലമാകും. ക്ലാസ്സുകൾ ഓൺലൈൻ ആയിരുന്നു, എക്സാമിനേഷനും ഓൺലൈൻ തന്നെ ആയിരിക്കും. ഇതെല്ലാം സൺഡേ സ്കൂൾ അസോസിയേഷന്റെ അനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിന്റെ ഡയറക്ടർ ജനറൽ DG ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ, അദ്ദേഹത്തിന്റെയും ആശീർവാദത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കണം. കാരണം കുറെ ആളുകൾ ഇതിനകത്ത് കഷ്ടപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളും അധ്യാപകരും അതെല്ലാം മനസ്സിലാക്കണം. ഒരുപിടി ആളുകൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നത്. ദൈവാനുഗ്രഹത്താൽ അത് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. കോവിഡിന്റെ പ്രയാസം എത്ര നാൾ നിൽക്കുമെന്ന് നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല, ദൈവം അറിയും. അത്രയും കാലം ഇങ്ങനെയൊക്കെ നമ്മളെ ബെസ്റ്റ് പോസിബിൾ, ബെസ്റ്റ് മീൻസ് പോസിബിൾ, ഒരുപാട് അസാധ്യതകൾ മുമ്പിൽ കാണുന്നുണ്ടെങ്കിലും ആവോളം നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം. കുഞ്ഞുങ്ങൾ ഈ പാഠങ്ങൾ നന്നായിട്ട് പഠിക്കുകയും അതിന്റെ ഹോംവർക്കൊക്കെ ഭംഗിയായിട്ട് ചെയ്യുകയും ടീച്ചേഴ്സിനെ അറിയിക്കുകയൊക്കെ ചെയ്യണം. അതിൽ ഹിംസ് പാട്ടുകൾ പഠിക്കുന്നവർ ആരാധനാഗീതങ്ങളും അല്ലാത്തതൊക്കെ പഠിക്കണം. തന്നെ ഇരിക്കുമ്പോൾ അത് മൂളിപ്പാട്ട് പോലെ പാടുകയും വേണം. നിങ്ങൾ പഠിക്കുന്ന നല്ല ഡിവോഷണൽ സോങ്സ് തന്നെ ഇരിക്കുമ്പോൾ പാടണം. അത് നമുക്ക് അനുഗ്രഹമാണ്. പേരൻസും അത് എൻകറേജ് ചെയ്യണം. സൺഡേ സ്കൂളിലെ എല്ലാ പ്രവർത്തകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് 2 തിരുനാളുകൾ അടുത്തു വരുന്നു. ഒന്ന് 6th of August ഈസ് ദി ഹോളി ട്രാൻസ്ഫിഗറേഷൻ ഡേ. അതോടൊപ്പം 15th of August ഈസ് ദി ഡോർമിഷൻ ഓഫ് സെയിന്റ് മേരി മദർ ഓഫ് ഗാഡ്, അതായത് ദൈവമാതാവിന്റെ വാങ്ങിപ്പ്. ഈ 2 പെരുന്നാളുകൾ അടുത്തടുത്ത് വരുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ നമുക്കും ആശ്രയിക്കാം, ശരണപ്പെടാം. മാതാവ് നമ്മുടെ ഗുരുവാണ്. വലിയ സ്കോളറായിരുന്നു ദൈവമാതാവ്. പഴയ നിയമം നന്നായിട്ട് പഠിച്ച ആളായിരുന്നു. ദൈവോത്രനെ വീട്ടിൽ പഠിപ്പിച്ച് വളർത്തിയ ആളാണ്. അമ്മയുടെ മടിയാണല്ലോ ആദ്യത്തെ സ്കൂൾ. അങ്ങനെ യേശു ക്രിസ്തുവിനെ വളർത്തി പഠിപ്പിച്ച ആളാണ് ദൈവമാതാവ്. അതുകൊണ്ട് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാം. സെയിന്റ് മേരി ഈസ് അവർ ടീച്ചർ, ഷീസ് അവർ പ്രൊഫസർ. നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു അന്നത്തെ നിലയ്ക്ക്. അതുകൊണ്ട് ഈ തിരുനാളുകൾ നമുക്ക് ഭംഗിയായി ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് ഈ തിരുനാളുകൾ ആഘോഷിക്കണം. ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ സെക്യുലർ ആൻഡ് ചർച്ച് എഡ്യൂക്കേഷൻ എല്ലാം ഭംഗിയായിട്ട് നടക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Me, Lord, a virtuous vine, always seeking Thee only, taking of all that I shall, trespass not to sinful way. Grant me, Lord, a virtuous mind, which reminds me day and night to fix my feet firmly in the way of Thy commandment. Lord, lover of all mankind, grant me such a peaceful mind. Establish, Lord, in my soul
ദൈവനാമം മഹത്വപ്പെടട്ടെ. സർവശക്തനും കാരുണ്യവാനും നമ്മുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധ ബാബാ തിരുമനസിൻ്റെ പ്രത്യേക കൽപ്പനപ്രകാരം 2020 ഓഗസ്റ്റ് 9 ഞായറാഴ്ച സൺഡേ സ്കൂൾ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാവ് ദിവ്യമായ ഒരു സന്ദേശം നമുക്ക് നൽകിയിട്ടുമുണ്ട്. ഈ ദിനം ഏറ്റവും ഭംഗിയായി ആചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിന് പ്രധാനമായി 3 കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കണം. ഒന്നാമതായി, ക്രിസ്തു ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സഭയ്ക്കു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക് വേണ്ടി, സഭയിലെ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി, എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. രണ്ടാമത്, ഈ ദിനത്തിൽ സഭ ക്രമീകരിച്ചിരിക്കുന്ന സൺഡേ സ്കൂൾ കവർ കളക്ഷൻ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ തക്കവണ്ണം എല്ലാവരും പ്രയത്നിക്കണം. പ്രത്യേകിച്ച് അതാത് ഇടവക വികാരിയുടെ അനുവാദത്തോടുകൂടി അതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സൺഡേ സ്കൂൾ അധ്യാപകർ നിർവഹിക്കണം. മൂന്നാമതായി, നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളിലെയും കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അതാത് ഇടവകളിലെ ഹെഡ്മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ്, ടീച്ചേഴ്സ് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അതാത് ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഫോണിൽ കൂടെ ബന്ധപ്പെടുകയും പ്രത്യേകിച്ച് ആ കുടുംബത്തിന്റെ ക്ഷേമം അന്വേഷിക്കുകയും വേണം. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ അവരെ പങ്കെടുപ്പിക്കുവാൻ തക്കവണ്ണമുള്ള പ്രത്യേകമായ ക്രമീകരണവും ടീച്ചേഴ്സ് നിർവഹിക്കണം. മറ്റൊരു പ്രധാന കാര്യം അറിയിക്കുവാനുള്ളത്, നമ്മുടെ ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറീനസ് മെത്രാപ്പൊലീത്ത തിരുമനസിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണം 2020 ഓഗസ്റ്റ് 30 ഞായറാഴ്ച നമ്മുടെ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് മിഡ് ടേം എക്സാം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിന് വിശദമായ ക്രമീകരണങ്ങൾ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ അറിയിക്കുന്നതാണ്. ഏവർക്കും സൺഡേ സ്കൂൾ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. നമുക്കൊരുമിച്ച് സൺഡേ സ്കൂൾ ദിനത്തിനു വേണ്ടി നമ്മുടെ തലകളെ വണങ്ങാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായ ഈ ദിവസം, പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ മുഴുവനായും സൺഡേ സ്കൂൾ ദിനം ആചരിക്കുന്ന ഈ ദിനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേക ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുയേശുവിൻ്റെ അരിമ ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹായുടെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ അദ്ദേഹത്താൽ സ്ഥാപിതമായ ഈ പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ സഭയെ പരിപാലിച്ച് വഴി നടത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഇതിൻ്റെ നായകനും നടത്തിപ്പുകാരനുമായിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസിനെ അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. സഭയെ ശ്രേഷ്ഠമായി നയിക്കുവാൻ നൽകിയിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. സഭയിലെ എല്ലാ പിതാക്കന്മാരെയും സകല വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസികളെയും ഈ സമയം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അഭിവന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെയും ഡയറക്ടർ ജനറൽ വർഗീസ് അച്ഛനെയും കേന്ദ്ര ഭദ്രാസന പ്രവർത്തകരായിരിക്കുന്ന മുഴുവൻ അംഗങ്ങളെയും അവിടുത്തെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അധ്വാനിച്ചവരെയും ഇപ്പോൾ അധ്വാനിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കൊച്ചി ഭദ്രാസനത്തെ നയിക്കുന്ന ഞങ്ങളുടെ ഇടവക മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ യാക്കോബ് അരേനിയോസ് തിരുമേനിയെയും ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ ഇടവകകളെയും മുഴുവൻ വിശ്വാസികളെയും പ്രത്യേകിച്ച് ഭദ്രാസന ഡയറക്ടർ, ഭദ്രാസന സെക്രട്ടറി, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടേഴ്സ്, സെക്രട്ടറീസ്, ഹെഡ്മാസ്റ്റേഴ്സ് ആൻഡ് ഹെഡ്മിസ്ട്രസ്, എല്ലാ ഇടവകളിലെയും അധ്യാപകന്മാരെയും കുഞ്ഞുങ്ങളെയും ഈ സമയം അവിടുത്തെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ മാതാപിതാക്കന്മാരെയും അല്പമായോ അധികമായോ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവരെയും പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ക്ലാസ് വളരെ ഭംഗിയായി ക്രമീകരിക്കുവാൻ തക്കവണ്ണം പ്രയത്നിക്കുന്നവരെയും ഇതിൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവേ, ഞങ്ങളെ പ്രസ്ഥാനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇത് അനുഗ്രഹകരമായി തീരണമേ. ഇന്നത്തെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നാളത്തെ വാഗ്ദാനങ്ങളായി തീരുവാൻ സഭയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും കൊള്ളാവുന്നവരായി അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ഈ വരുന്ന കാലഘട്ടത്തെ നയിക്കുവാൻ തക്കവണ്ണം ബുദ്ധിയും ജ്ഞാനവുമുള്ളവരായി, ദൈവാശ്രയമുള്ളവരായി, പരിശുദ്ധാത്മ നിറവുള്ളവരായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവിടുന്ന് എൻ്റെ മക്കളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വാഴ്ത്തണമേ. COVID-19 മഹാമാരി മൂലം പ്രയാസപ്പെടുന്ന എൻ്റെ മക്കളെല്ലാവരെയും അവിടുന്ന് കടാക്ഷിക്കണമേ. രാപകൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സാമൂഹ്യ പ്രവർത്തകരെയും ഭരണകർത്താക്കളെയും അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലം ദുരിതമനുഭവിക്കുന്നവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ശ്രവിക്കുന്നവരെ അവിടുന്ന് വാഴ്ത്തണമേ. ദൂരസ്ഥരെയും സമീപസ്ഥരെയും സംരക്ഷിക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവരെ അബ്രഹാമിൻ്റെ, സുഹാക്കിൻ്റെ, യാക്കോബിനും അടിയിൽ അവിടുന്ന് വസിപ്പിക്കണമേ. ബലഹീനമായ പ്രാർത്ഥന കേൾക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന് സ്തുതി. ഗുഡ് മോർണിംഗ്. അപ്പം ഓൾ സെറ്റ്, ഓൾ റെഡി? നമുക്ക് പഠിക്കാം. ഇന്നത്തെ ചാപ്റ്റർ നമ്പർ 15, 15-ാം പാഠം. നമുക്ക് പാടി മധ്യസ്ഥത അണയ്ക്കാം. ഓക്കെ,
അപ്പം ഈ മധ്യസ്ഥത എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ടീച്ചർ ചോദിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്ന് എല്ലാവരും ഓൺലൈൻ കുർബാന കണ്ടല്ലോ അല്ലേ? നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, പക്ഷെ കാണണം. കാരണം ഇന്ന് കണ്ടവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ആ ഓൺലൈൻ കുർബാനയിൽ നമ്മൾ പാടുന്ന, അല്ലെങ്കിൽ കുർബാനയിൽ നമ്മൾ അവസാനമൊക്കെ പാടി നിങ്ങൾക്കെല്ലാം എനർജി കൂടി പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്, 2 പാട്ടുകളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം ഇന്ന് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കമോൺ, ബാക്ക് ടു ദ ടോപ്പിക്. പ്രാർത്ഥിക്കാറുണ്ടോ? എന്തുവാ പ്രാർത്ഥിക്കുന്നേ? യേശുപ്പച്ച പഠിക്കാൻ ബുദ്ധി ശക്തിയൊക്കെ തരണേ, അപ്പയമ്മയൊക്കെ കാത്തുകൊള്ളണേ, അച്ചാച്ചനെയും ചേച്ചീനെയും അല്ലെങ്കിൽ അനിയനെ അനിയത്തിയൊക്കെ കാത്തുകൊള്ളണേ, അല്ലേ പ്രാർത്ഥിക്കുന്നേ? വേറെന്തേലും പ്രാർത്ഥിക്കാറുണ്ടോ? എനിക്ക് തെറ്റുകുറ്റൊന്നും പറ്റരുത്, നമ്മൾ അതായത് പരീക്ഷയിലൊന്നും അകപ്പെടരുത്. പരീക്ഷ എന്ന് പറയുമ്പോ നിങ്ങൾ എന്തുവാ, നിങ്ങൾ ഒരു ഫ്രേസ്, ഒരു ഇത് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ പള്ളിയിൽ കൺവെൻഷനോ അല്ലെങ്കിൽ പ്രാർത്ഥനാ യോഗത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കേൾക്കാം, മിക്ക അച്ഛന്മാരും അല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ കേൾക്കുന്ന പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. കേട്ടിട്ടുണ്ടോ? ഈ പരീക്ഷ എന്തേലും നിങ്ങക്ക് എന്തേലുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു കഥ പറയാവേ. എന്റെ കഥയാണ്, എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, അതുകൊണ്ട് എന്റെ പേഴ്സണൽ സ്റ്റോറിയാണ്. ഓക്കെ, ടീച്ചറിന് നിങ്ങളുടെ പ്രായത്തിൽ പറ്റിയൊരു വലിയ മണ്ടത്തരമായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു, എന്ന് എന്നെ ഒരുപാട് കളിയാക്കിയായിരുന്നു. സംഭവം ഇതാണ്, നിങ്ങളെ പോലെ 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് ടീച്ചറിന്റെ ഒരു കസിന്റെ മാരേജ് ആയിരുന്നു. ടീച്ചറിന്റെ നാട്ടിൽ വെച്ചായിരുന്നു മാരേജ്. കഴിഞ്ഞ് അന്ന് രാത്രി ഞങ്ങൾ ഇവിടെ വന്നു, തിരിച്ച് എന്റെ വീട്ടിൽ വന്നു. ഞാൻ എറണാകുളത്താണ്. അപ്പൊ ഭയങ്കര ക്ഷീണമായിരുന്നു. വന്നു കഴിഞ്ഞ് കിടന്നുറങ്ങി. ക്ഷീണമല്ലേ നമുക്ക്, ഒരു ഫുൾ ഡേ മാരേജ് ഫംഗ്ഷൻ അറിയാലോ. അങ്ങനെ വന്നു. അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് സ്കൂളിൽ പിറ്റേ ദിവസം ഒരു ഹോംവർക്ക് വെക്കണം, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പേപ്പർ എന്തോ ആയിരുന്നു, ഒരു ഹോംവർക്ക് പോലെ ഞങ്ങൾക്കൊരു ഹിന്ദിയില്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, ഞാനത് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് നല്ല പേടിയുണ്ട് അത് ചെയ്ത് തീർക്കാഞ്ഞതുകൊണ്ട്. ഞാൻ പക്ഷെ ഇവിടെ വന്നു ആ ക്ഷീണത്തിൽ, ട്രാവൽ ചെയ്ത് വന്നതിന്റെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങി കളയും. അപ്പൊ എന്റെ അമ്മയുടെ മനസ്സിലതുണ്ട്. അപ്പൊ ഞാൻ ഉറങ്ങി കുറച്ചു നേരം കഴിഞ്ഞ്, കുറച്ച് രാത്രിയായപ്പോ നമ്മൾ എഴുന്നേക്കുമല്ലോ. അപ്പൊ ഇതെന്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. അപ്പൊ ഞാൻ കിടക്കുന്ന എന്റെ അപ്പയുടെയും അമ്മയുടെയും കൂടെയാണ്. ആ മുറിയിൽ തന്നെ ഒരു ചെറിയ കട്ടിലയിൽ മാറി എന്റെ ചേട്ടനും ഉണ്ട്. അപ്പൊ എന്റെ ചേട്ടൻ രാത്രി എന്നെ ശ്രദ്ധിച്ചു. ഞാൻ രാത്രി എഴുന്നേറ്റു. എന്റെ മനസ്സിൽ വന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കും. നമ്മുടെ എന്റെ മനസ്സിൽ വന്ന പരീക്ഷ, ഈ പരീക്ഷ. ഏത് പരീക്ഷ? എക്സാം പരീക്ഷ. ഞാൻ എഴുന്നേറ്റിരുന്നു, കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പൊ എന്റെ ചേട്ടനിത് ശ്രദ്ധിച്ചു. ചേട്ടന് എപ്പോഴെങ്കിലും ഒക്കെ എഴുന്നേറ്റായിരിക്കും. അതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് നിങ്ങളെ പോലെ അല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ സ്കൂളിൽ ഒരു 8:30-9 ഒക്കെ ആകുമ്പോൾ ചെന്നാൽ മതിയായിരിക്കും. എന്തായാലും ഞാൻ പഠിച്ച സമയത്ത് ഒരു 7:45 ആകുമ്പോൾ ലാസ്റ്റ് ബെല്ലടിക്കും. 7 o'clock ഒരു അത്യാവശ്യം സ്കൂൾ തുറക്കും. എന്റെ ചേട്ടൻ എന്നൊക്കെ മുന്നേ അവിടെ എത്തും. എന്റെ ചേട്ടൻ 7 o'clock ഫസ്റ്റ് ഇതിലെത്തും. പക്ഷെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും എത്തുന്നത്. ഞാൻ സെക്കൻഡ് ലാസ്റ്റ് ബെല്ലടിക്കുമ്പോഴായിരിക്കും പൊക്കോണ്ടിരുന്നത്. അപ്പൊ എന്റെ ചേട്ടൻ ഇവിടുന്ന് ഒരുങ്ങി ഇറങ്ങാൻ നേരത്തെ ഞാനിങ്ങനെ എഴുന്നേറ്റ് വന്നു. അപ്പം അമ്മ ഇത് മനസ്സിലുണ്ട്. അമ്മ എന്നോട് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ചോദിച്ചു, അത് എഴുതിയില്ല, നിനക്ക് എഴുതണം എന്ന് പറഞ്ഞതല്ലേ എന്ന് വെച്ചു. അപ്പൊ ഞാൻ വലിയ എഴുതി പറഞ്ഞു, ഇനി അത് എഴുതിയിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, യേശുപ്പച്ചനെല്ലാം സെറ്റാകുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മയ്ക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത്, അതുകൊണ്ട് ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്റെ ചേട്ടനും എന്റെ അമ്മയും വിട്ട് എന്നെ കളിയാക്കി അങ്ങ് ചിരിച്ചു. എന്റെ ചേട്ടൻ പറഞ്ഞു, അതുകൊണ്ടായിരിക്കും ഇന്നലെ എഴുന്നേറ്റിരുന്ന് രാത്രി പ്രാർത്ഥിച്ചത്, ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലായില്ല. ഇവര് കളിയാക്കി. അന്ന് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. അമ്മ പറഞ്ഞു, കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കരുത്, പോയി എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി, അന്ന് ക്ലാസ്സിൽ പോയി, അതങ്ങനെ തീർന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ പരീക്ഷയും നമ്മൾ പഠിക്കുന്ന പരീക്ഷയും വേറെയാണ്. അതായത് നമ്മൾ പറയുന്ന പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന് ഉദ്ദേശിക്കുന്നത്, യേശുപ്പച്ചൻ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പരീക്ഷണങ്ങൾ, ഓരോരോ ടെസ്റ്റ്, ഓരോരോ സങ്കടങ്ങൾ, വിഷമങ്ങൾ, നമ്മളിങ്ങനെ തകർന്നു പോകുന്ന അവസരങ്ങളൊക്കെ തരും. അപ്പൊ അതിൽ നിന്നും അത്രയും നമുക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വലിയ വിഷമങ്ങൾ വരും. അതൊന്നും തരാതിരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒന്നിലോട്ടും, അല്ലെങ്കിൽ തമ്പുരാനിൽ നിന്ന്, യേശുപ്പച്ചനിൽ നിന്ന് അകന്നു പോകാൻ ഇടവരുന്ന ഒരു പരീക്ഷണത്തിലും നമ്മളെ കൊണ്ടിടരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം തരരുത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഉണർന്നിരുന്നത്. അത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്നല്ല, എപ്പോഴും നമ്മൾ ഈ ലോകത്തിലെ ഈ ലൗകിക ജീവിതം എന്ന് പറയും, അതായത് ലോകത്തിലെ കാര്യങ്ങളിൽ ഏർപ്പെടാതെ നമ്മൾ യേശുപ്പച്ചനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. അതാണ്
ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, മറ്റു ചിന്തകളിലോട്ട് പോകാതെ. പക്ഷെ എന്റെ മനസ്സിൽ വന്ന പരീക്ഷ ഈ പരീക്ഷയായി പോയി. ഈ പരീക്ഷ എന്തായാലും വരും. അത് നമ്മൾ എന്ത് പഠിക്കുന്നു അതിനൊരു, ഇപ്പം നിങ്ങൾക്ക് പോലും ഈ ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു പരീക്ഷ വരും. അത് ഈ കോവിഡൊക്കെ എന്നേലുമൊക്കെ കഴിയും, അന്ന് നമുക്ക് എന്തായാലും ഒരു പരീക്ഷ വരും. അപ്പൊ എന്തായാലും പരീക്ഷയൊന്നുമില്ല, എന്നെ ഓൺ പാസ് ആക്കി വിടും എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ നോക്കി പഠിക്കണം. കാരണം ഡെഫിനറ്റ്ലി നമുക്കൊരു പരീക്ഷ ഉണ്ടാവും, അത് എക്സാം. ഇത് വേറെ പരീക്ഷ. അപ്പൊ ഇനി ഈ പരീക്ഷയെ കുറിച്ച് പറഞ്ഞല്ലേ, ഏത് പരീക്ഷ? യേശുപ്പച്ചൻ തരുന്ന പരീക്ഷ. ഈ യേശുപ്പച്ചൻ തരുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ? അങ്ങനെയാണെ പിന്നെന്തിനാ ഈ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്കൊക്കെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ 10ാം ക്ലാസ് 12ാം ക്ലാസ് കോളേജിൽ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാം സെം എക്സാമിനൊക്കെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പേടിച്ച് രാവിലെ പോകുമ്പോൾ തിരിഞ്ഞു നിന്ന് അമ്മയോടും അപ്പയോടും ഒക്കെ പറയും പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആൻറ്റി ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആൻറ്റി ഞങ്ങളെ എനിക്ക് ബോർഡ് എക്സാം വരിക, അല്ലെങ്കിൽ എനിക്ക് ഇന്ന എക്സാം വരിക, പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ചില ആൻറ്റിമാരും അങ്കിൾമാരൊക്കെ നമ്മളോട് പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മച്ചിമാരൊക്കെ പറയും എൻ്റെ പ്രാർത്ഥന എൻ്റെ മക്കൾ മുഴുവൻ ഉണ്ടെന്ന്. ആ എന്തിനാ പറയുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാലോ, പിന്നെന്തിനാ അവര് പറയുന്നത് അല്ലേ? അതിന് കാരണമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന. അതായത് യേശുപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, പിതാക്കന്മാര് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സ്വയം ആവശ്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയല്ലാതെ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ആദ്യം യേശുപ്പച്ചൻ്റെ അടുത്ത് എത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നത്, ഈ കോവിഡ് കാലം അല്ലെങ്കിൽ ഈ ഇത്രയും ദുരിതം അവസ്ഥയെല്ലാം മാറാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം നമ്മൾ കേൾക്കാറുണ്ട് ഈ പ്രളയമൊക്കെ വന്ന്, ഇപ്പം റീസെന്റ് നിങ്ങൾ ഇറങ്ങിയോ, നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്ന ടീച്ചറിന് അറിയത്തില്ല, എന്നാലും കഴിഞ്ഞിടയ്ക്ക് ലെബാനോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ വന്നു. അപ്പം മിക്കവരും ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തു. അപ്പം നിങ്ങളോട് പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ സ്ക്രോൾ ചെയ്ത് വരുന്നതാണ് പ്രേ ഫോർ ലെബാനോൺ. അതിനാ നമ്മൾ പ്രേ ചെയ്യണേ അല്ലേ? നമ്മൾ പ്രേ ചെയ്യണം. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുപ്പച്ചൻ നമ്മുടെ കാര്യം പോലും നമ്മൾ പറഞ്ഞില്ലേ, അത് ആദ്യം നടത്തി തരും. മനസ്സിലായോ? അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയൊരു ശക്തി തന്നെ. അപ്പം ഇതിനെ കുറിച്ച് പറയുമ്പോൾ ടീച്ചറിന് വേറൊരു കാര്യം ഓർമ്മ വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, അതും ഇങ്ങനെ ടീച്ചറിന്റെ ഒരു സ്റ്റോറിയാണ്. ചെറുപ്പത്തില്, വലിയ ചെറുതൊന്നുമല്ല, ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ കൺവെൻഷൻ, എല്ലാവരുടെയും പള്ളിയിൽ കൺവെൻഷൻ ഉണ്ടാവും അല്ലേ? അച്ഛന്മാര് പുറത്തുനിന്ന് അച്ഛന്മാരൊക്കെ വന്ന്, നല്ല പ്രാസംഗിക അച്ഛന്മാരൊക്കെ വന്ന് പ്രസംഗമൊക്കെ പറയും. നിങ്ങളത് കേൾക്കാറുണ്ടോ? അത് മുന്നിൽ കിടന്ന് ഉറങ്ങുമോ? ഞങ്ങളുടെ പള്ളിയിൽ ഒരു അച്ഛൻ വന്ന്, ഒരച്ഛൻ ഒരു കഥ പറഞ്ഞതാ. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ അച്ഛൻ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ, ഈ കുർബാനയില് അച്ഛന്മാര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു പാട്ടൊക്കെ പാടും, യാചിക്കേണ്ട സമയം ഇതാന്ന് പറയുമ്പോൾ അച്ഛന്മാർ ഈ ത്രോണോസിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന്, അപ്പൊ ഈ ധൂപക്കുറ്റിയായിട്ട് ശുശ്രൂഷക്കാരൻ പോവും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സമാധാനം തരുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ സമാധാനം പഠിച്ചായിരുന്നു. അങ്ങനെയാണോ സമാധാനം കൊടുക്കുന്നത്? ചിരിച്ചുകൊണ്ടൊക്കെയാണോ സമാധാനം, ലവ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത്? അപ്പം ആ യാചിക്കേണ്ട സമയത്ത് അച്ഛന്മാര് ശരിക്കും പേരുകൾ വായിക്കും. നമുക്ക് നിങ്ങൾ അമ്മയോടൊക്കെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അമ്മച്ചിയോടൊക്കെ ചോദിച്ചാൽ മതി. നമുക്ക് അപേക്ഷയുണ്ട്, ഓർമ്മയുണ്ട്, രോഗികളുണ്ട്, അങ്ങനെ 3 ഇതിൽ നമ്മൾ പേരുകൾ എഴുതും. അപ്പോൾ ഒരുവാണ് ഈ അച്ഛൻ പറയുന്നത്. ഈ അച്ഛൻ പറയും, ഈ അച്ഛൻ ഈ അപേക്ഷയില് ഒരു 2 പേരുകൾ വായിച്ചു. അതൊരു കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്, ആരാ എഴുതിയെന്ന് അറിയത്തില്ല. ആ കുട്ടി എഴുതിയിരിക്കുന്നത് ആദ്യം അപ്പയുടെയും അമ്മയുടെയും പേരാണെന്ന് തോന്നുന്നു, അത് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറെ 2 പേരും എഴുതി. അതിന് താഴെ മോഹൻലാലിനും മമ്മൂട്ടിന്നും എഴുതിയിട്ടുണ്ട്. ആരാ മോഹൻലാലും മമ്മൂട്ടിയും? മോഹൻലാലും മമ്മൂട്ടിയുടെ ഫാൻസ് ഒക്കെ ഒരുപാടുണ്ടല്ലേ. അപ്പം അച്ഛൻ പറഞ്ഞു, എനിക്ക് ആദ്യം വായിച്ചപ്പോ കൗതുകം തോന്നി, പക്ഷെ എനിക്ക് ആ കുട്ടിയോട്, അത് എത്ര പ്രായമുള്ള കുട്ടിയാണെന്ന് അച്ഛൻ അറിയില്ല, പക്ഷെ എന്നാലും ആ കുട്ടിയോട് ഭയങ്കര ഒരു സ്നേഹം തോന്നി. കാരണം എന്താന്ന് പറഞ്ഞാൽ, ആ കുട്ടിയുടെ ഫാമിലിയിൽ അപ്പയും അമ്മയും ചിലപ്പോൾ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഒക്കെ പേരായിരിക്കും. അതുകൂടാതെ ഫാൻ ആയതുകൊണ്ടാവാം, എന്നാലും വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ വേറൊരാളുടെ അപേക്ഷയിൽ എഴുതി അല്ലേ? അത് വലിയൊരു കാര്യമാണ്. അത് നിങ്ങൾ ഈ പറയുന്ന മോഹൻലാലും മമ്മൂട്ടിക്ക് എഴുതരുതെന്നല്ല, നമുക്കിഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇഷ്ടമൊന്നല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യമാണ് ഏറ്റവും ആദ്യം യേശുപ്പച്ചൻ, അത് നമ്മൾ പറഞ്ഞില്ലേലും യേശുപ്പച്ചൻ നടത്തും. അപ്പം അതാണ് എന്തിന്റെ ഒരു ഗുഡൻസ്, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് എന്താണ്?
മധ്യസ്ഥ പ്രാർത്ഥനയുടെ. അപ്പൊ അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയെ വെച്ച് നമ്മൾ ആദ്യത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പാട്ടിലേക്ക് പോവുകയാണ്. ഏതാണ്? പരിശുദ്ധന്മാര്. പരിശുദ്ധന്മാരെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ആരാ? പരിശുദ്ധ പരിമല തിരുമേനി, പാമ്പാടി തിരുമേനി, വട്ടശ്ശേരിയിൽ തിരുമേനി, അങ്ങനെ പല പരിശുദ്ധന്മാരും ഉണ്ടല്ലേ നമുക്ക്. ഈ പരിമല തിരുമേനിയെ കുറിച്ചൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ പ്രാർത്ഥനയിലൂടെ മാത്രം എന്തോരം തിരുമേനി ശരിക്കും ഈ ലോകത്തുനിന്ന് വിട പറയുന്നത് തന്നെ ഒരുപാട് ഉപവാസവും പ്രാർത്ഥനയൊക്കെ കൊണ്ട് അൾസറൊക്കെ വന്ന് അത്രയ്ക്ക് ഉപവസിക്കുമായിരുന്നു. നിങ്ങളും ഇച്ചിരിയൊക്കെ വലുതായി ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആകുമ്പം ഉപവസിച്ചൊക്കെ തുടങ്ങണം കേട്ടോ. നമ്മുടെ സഭയില് 2 ദിവസം ഉപവസിക്കാം, ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും. ഇപ്പം നോൺ വെജ് ഒക്കെ ആ 2 ദിവസത്തേക്ക് മാറ്റി വെച്ച് ഉപവസിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് യേശുപ്പിച്ചിന്റെ അടുത്തോട്ട് നമുക്ക് അടുത്തെത്താൻ ഒരു അവസരമാണ് ഉപവാസവും പ്രാർത്ഥനയൊക്കെ. അപ്പം ഈ പരിശുദ്ധന്മാര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അവരുടെ പ്രാർത്ഥന, അവര് അങ്ങ് യേശുപ്പച്ചന്റെ വലതുഭാഗത്തിരിക്കുകയാണ്. അബ്രഹാമിന്റെയും ഇസാഖിന്റെയും യാക്കോബിന്റെയും മടിയിൽ ഇരിക്കുകയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ അവരുടെ പ്രാർത്ഥന നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിന് യേശുപ്പച്ചൻ നമ്മളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവര് പ്രാർത്ഥിക്കുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ അവരോട് നമ്മൾ പറയില്ലേ, എന്റെ പരിമല തിരുമേനി എന്നെ കൈവിടരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയില്ലേ, അങ്ങനെ പ്രാർത്ഥിക്കണം, അവരോട് പ്രാർത്ഥിക്കണം. അപ്പൊ അവര് നമുക്ക് വേണ്ടി യേശുപ്പച്ചന്റെ അടുത്ത് പറയും, സാരമില്ല അവൻ അബദ്ധത്തിൽ ഒരു തെറ്റ് ചെയ്തതല്ലേ, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം എന്ന് പറയും കേട്ടോ. പക്ഷെ നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ അതിനു വേണ്ടി അനുദപിക്കണം, നമ്മൾ ആ തെറ്റ് റിയലൈസ് ചെയ്യുകയും വേണം, പിന്നീട് ഒരിക്കലും അത് ചെയ്യുകയും ചെയ്യരുത്. അപ്പൊ ആ പാട്ട് നമുക്ക് നോക്കാം, ഏത് പാട്ടാണെന്ന് നോക്കാം. ടീച്ചർ പാടാം, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാം, നിങ്ങളും കൂടെ പാടുക, ആ വേർഡ്സ് നോക്കി പാടുക. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി, അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാൻ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? നമ്മള് അവസാനമൊക്കെ എത്തുമ്പം ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഒരു പാട്ട് നിങ്ങൾ പഠിച്ചായിരുന്നു. ഏതോ അത് നിർത്തിയിടരുത് പരിശുദ്ധ പഠിച്ചായിരുന്നു. അതേപോലെ ഈ വർഷം നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. ഇത് പരിശുദ്ധന്മാരുടെ അടുത്ത്. ഇതിന്റെ അകത്ത് അടിയും വടിയൊക്കെ പറയുന്നു. അതെന്തോ ഈ അടിയും വടിയൊക്കെ? അടിയും വടിയും എന്ന് ഉദ്ദേശിക്കുന്നത് ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ ആ ശിക്ഷ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റില് നമ്മുടെ യേശുപ്പച്ചൻ എന്തെങ്കിലും ദേഷ്യം കോപം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ, അതിനാണ് അത് മാറാൻ അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. കോപത്തിന്റെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ എന്ന് പരിശുദ്ധന്മാരോട് അപേക്ഷിക്കുകയാണ് നമ്മൾ ഈ ഗീതത്തിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പരിശുദ്ധന്മാരുടെ അടുത്ത് നമ്മൾ മധ്യസ്ഥത യാചിക്കുമല്ലേ. അപ്പൊ ഇനി നമുക്കൊരു ആക്ടിവിറ്റി പോലെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നുമില്ല, ടീച്ചർ ഒരു ആക്ടിവിറ്റി ഇല്ല. അതെന്താന്ന് പറഞ്ഞാല് പ്രത്യേകിച്ചൊന്നുമില്ല, നത്തിങ് മച്ച്. ഇന്ന് തൊട്ട് നിങ്ങൾ പൊതുവെ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയായിരിക്കും? അപ്പ, അമ്മ, ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ അനിയനോ അനിയത്തി, ഇവർ കൂടാതെ ഇന്ന് തൊട്ട് ഒരു 5 പേർക്ക് വേണ്ടി, ഇപ്പൊ സ്കൂളിലാണെങ്കിൽ ഒരു 3 ബെസ്റ്റ് ഫ്രണ്ട്സ്, 2 ടീച്ചേഴ്സ്, പിറ്റേ ദിവസം അടുത്ത ദിവസം സൺഡേ സ്കൂളിലെ 3 ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ 3 പേർക്ക് 2 ടീച്ചേഴ്സ്, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇന്നോട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇത്രയും നാളും ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അവർ കൂടാണ്ട് ഒരു 5 പേർക്ക് വേണ്ടി ഓരോ ദിവസവും റൊട്ടേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങൾ പറയാതെ ചിലപ്പോൾ നിങ്ങൾ ഒരു തവണ ആഗ്രഹിച്ചിട്ട് പിന്നെ അത് വിട്ടുപോയ കാര്യങ്ങൾ യേശുപ്പച്ചൻ തന്നെ നിങ്ങൾക്ക് നടത്തി തരും ഫോർ ഷുവർ. ഓക്കെ, അപ്പൊ അത് ചെയ്യണം, അതൊരു ആക്ടിവിറ്റിയാണ്. ഇനി അടുത്ത പാട്ട് അല്ലെങ്കിൽ അടുത്ത ആളെ കുറിച്ച് നമ്മൾ പറയുന്നത്, നമ്മള് വാങ്ങിപ്പോയവരെ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിപ്പോയവര്, മരിച്ചു പോയവര്, നമ്മുടെ അപ്പച്ചന് അമ്മച്ചിമാര് അല്ലെങ്കിൽ പിതാക്കന്മാര്, നമ്മുടെ ഫാമിലിയിലൊക്കെ ആരെങ്കിലും ഒക്കെ മരിച്ചിട്ടുണ്ടാവുമല്ലേ. അപ്പൊ അവരെ ഓർക്കാറുണ്ടോ? നമ്മള് ധൂപപ്രാർത്ഥനയൊക്കെ വെക്കാറുണ്ട്. അവരുടെ ഡെത്ത് ആനിവേഴ്സറി അടുക്കുമ്പോൾ നമ്മൾ ഓരോ ധൂപപ്രാർത്ഥന വെക്കാറുണ്ട്. നമ്മൾ അവരെ ഓർക്കാറുണ്ട്. അതിനൊരു വലിയ എക്സാമ്പിൾ എന്താണെന്നറിയോ? പള്ളിയിൽ
നടുക്കൊരു റെഡ് കാർപ്പറ്റ് കണ്ടിട്ടുണ്ടോ? ഈ ഫ്രണ്ട്സ് നിങ്ങളൊരു 6-7 പേര് അടുപ്പിച്ച് നിൽക്കുമ്പോൾ ചിലപ്പോൾ 2 പേര് ആ റെഡ് കാർപ്പറ്റിലായിരിക്കും, ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പൊ പുറകിൽ നിന്ന് ആരെങ്കിലും ടീച്ചറോ ചേച്ചിമാരോ ചേട്ടന്മാരോ ആരെങ്കിലും വന്ന് തട്ടും, ചുമന്ന കാർപ്പറ്റിൽ നിൽക്കരുത്, മുന്നോട്ട് നിൽക്കുക. അല്ലെങ്കിൽ അമ്മച്ചിമാരൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പറയും, ഈ തുബുദയം വായിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേരുടെ കാലും അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ ചുമല റെഡ് കാർപ്പറ്റിലായിരിക്കും. അപ്പൊ ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കാൻ പറയും, അല്ലെങ്കിൽ ബാക്കിലോട്ട് നീങ്ങിയിരിക്കാൻ പറയും. എന്നാന്നറിയോ, ആ ചുമല കാർപ്പറ്റിന് നമ്മുടെ വാങ്ങിപ്പോയവര് നിൽക്കുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അവരും നമ്മളോടൊപ്പം ഈ കുർബാനയില് അനുബന്ധിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. അവരുണ്ട്, നമ്മുടെ കൂടെ അവരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതെന്താണെന്നറിയോ, അപ്പൊ പരിശുദ്ധന്മാരുടെ അടുത്ത് നമുക്ക് വേണ്ടി നമ്മൾ ചോദിക്കുക, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണത്. പക്ഷെ മരിച്ചുപോയവർക്ക് അല്ലെങ്കിൽ വാങ്ങിപ്പോയവർക്ക് വേണ്ടി നമ്മളാ പ്രാർത്ഥിക്കുന്നത്. അതായത് അവര് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. കാരണം അവരിപ്പോ അവിടെയാണ്. ഇപ്പൊ ഇനിയിപ്പോ അവരുടെ ന്യായവിസ്താരം അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഒക്കെ അക്കൗണ്ട്സ് നടത്തുക അവിടെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളും നമ്മുടെ ചീത്ത കാര്യങ്ങളൊക്കെ വെച്ചൊരു ബുക്കൊക്കെ ഉണ്ട്. അവിടെ ഒരു ന്യായവിസ്താരം നടക്കും. അതാണ് പറയുന്നത്, നമ്മൾ ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം, അബദ്ധത്തിൽ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഈ നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ കവറപ്പ് ചെയ്യും. നമുക്കൊരു ന്യായവിസ്താര പുസ്തകം ഉണ്ട്. അപ്പൊ അവിടെ അവരുടെ ന്യായവിസ്താരം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പം അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ തെറ്റുകളെ ഒന്ന് ക്ഷമിക്കാൻ. അതായത് കർത്താവേ, നിന്റെ കൃപയിൽ അകപ്പെട്ട് ജീവിച്ച് മരണമടഞ്ഞ് നിന്റെ ദാസന്മാരെ ജീവൻ നൽകുന്ന നിന്റെ ശബ്ദം കേൾപ്പിച്ച് കല്ലറകളിൽ നിന്നും ഉണർത്തി പറുദീസയിൽ പ്രവേശിപ്പിക്കണമേ എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പാട്ടിൽ നിന്ന് അർത്ഥമാക്കുന്നത് തന്നെ. ആ പാട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരെ നിൻ ജീവാസ്വരമതുണർത്തണമേ, കബറിനുദ്യാനത്തിനായി. ഏത് സ്വരമാണ്? ജീവാസ്വരമതുണർത്തണമേ. യേശുപ്പച്ചന്റെ അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ ജീവസ്വര, ആ സ്വരം കേട്ട് ഉണർത്തി കബറിന്ന് ഉണർത്തണമേ എന്നാണ് നമ്മള് പാടിയത്. എന്താണ് ആ പാട്ടപ്പം പഠിച്ചോ? ആ പാട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ അത് കേട്ട് പഠിക്കണം കേട്ടോ. ഇത് നിങ്ങളുടെ ചിലപ്പോൾ ഈ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഭയങ്കര എളുപ്പം. ഇന്ന് ഓൺലൈൻ കുർബാന കണ്ടവർക്ക് ഈ പാട്ട് എന്തായാലും കിട്ടും, അത് ഡാം ഷുവർ ആണ്. ഓക്കെ. അപ്പൊ കിട്ടാത്തവര് കേൾക്കുക, പഠിക്കുക. നമുക്കിത് പഠിക്കണം. ഇനി പക്ഷെ നമ്മളപ്പോ പറഞ്ഞു മരിച്ചുപോയവര് അല്ലെ, വാങ്ങിപ്പോയവര് അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവരുടെ ശിക്ഷകള് അല്ലെങ്കിൽ അവർക്ക് യേശുപ്പച്ചന്റെ ശബ്ദം കേട്ട് കബറിൽ നിന്ന് ഉണർത്തെഴുന്നേറ്റ് വരാൻ സാധിക്കണം. എല്ലാവർക്കും പറ്റുമോ? ഇല്ല. ഒരു കണ്ടീഷൻ ഉണ്ട്. എല്ലാത്തിനും ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഇത്രയും സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ച് നിങ്ങളെ നേർവഴിയിൽ നടത്താൻ ഇത്രയും പേര് നിന്നിട്ടും നിങ്ങൾ അതൊന്നും കേൾക്കാതെ ചീത്ത വഴി കൂടെ ബാഡ് ആയിട്ട് പോയാല് യേശുപ്പച്ചൻ സമ്മതിക്കുമോ? ഇല്ല. കാരണം യേശുപ്പച്ചൻ വലുതായിട്ട് ഒന്നും നമ്മളോട് പറയുന്നില്ല. പ്രാർത്ഥിച്ച് ആരെയും വിഷമിപ്പിക്കാതെ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ, ആരും നമ്മളാൽ വിഷമിക്കാതെ യേശുപ്പച്ചനെ മാത്രം പ്രാർത്ഥിച്ച് ആരാധിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇതൊന്നും ചെയ്യാതെ മരിച്ച ഒരാളെ യേശുപ്പച്ചൻ വിളിക്കോ? ഇല്ല. അപ്പൊ കണ്ടീഷൻ എന്താണ്? ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിച്ച് മരിച്ചവർക്കാണ് ദൈവം കൃപ ചൊരിയുന്നത്. ആ കൃപയാണ് ജീവസ്വരം കേട്ട്, ദൈവത്തിന്റെ സ്വരം കേട്ട് കബറിൽ നിന്ന് ഉദ്യാനിക്കാൻ, എഴുന്നേൽക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മളും ഇനി മരിച്ച് ദൈവത്തിന്റെ അടുത്തെത്തുമ്പോൾ ദൈവത്തിന്റെ ജീവസ്വരം കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം കേട്ടോ. എങ്കിലേ ആ ദൈവകൃപ ലഭിക്കുകയുള്ളൂ. അപ്പോ 2 പാട്ടുകൾ പഠിച്ചു. മനോഹരമായ 2 പാട്ടുകൾ, ശരിക്കും പഠിച്ചാൽ ഒരുപാട് അർത്ഥമുള്ള 2 പാട്ടുകൾ നമ്മളിന്ന് പഠിച്ചു. നിങ്ങൾ ഇനി കുർബാനയിൽ നിൽക്കുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി പാടുക എന്നുള്ളതാണ്, അത് പ്രാബല്യമാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക്
നമുക്ക് തീർക്കാം. അതിനു മുമ്പ് ഇന്നത്തെ മനപ്പാഠവാക്യം നോക്കാം. മനപ്പാഠവാക്യം വിശുദ്ധ യാക്കോബ് 5:16. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എന്തുവാ മനപ്പാഠവാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? നമ്മള് എത്ര ശ്രദ്ധയോടുകൂടി, എത്ര കോൺഷ്യസിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അത്രയും അത് നടക്കുമെന്നാണ്. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പുസ്തകത്തിന്റെ പുറകിൽ പ്രാർത്ഥനയുണ്ട്, അത് പ്രാർത്ഥിക്കാം. ഏറ്റു പറയണേ, എന്നത്തെയും പോലെ. ശുദ്ധിമതിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധന്മാരായ പിതാക്കന്മാരെ, ഞങ്ങളുടെ തെറ്റുകളെ ദൈവം ക്ഷമിക്കുവാനായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയവരെയും അബ്രഹാം പിതാവിന്റെ മടിയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾക്കും അവർക്കും സമാധാനവും പാപമോചനവും നൽകണമേ. ആമേൻ. അപ്പൊ പഠിക്കാനുള്ള പാട്ട് നമ്മൾ 2 പാട്ട് പഠിച്ചു. അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റി മറക്കരുത്. എന്താണ് ആക്ടിവിറ്റി? ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ പൊതുവെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പയ്ക്കും അമ്മയ്ക്കും ആർക്കൊക്കെയോ അവരല്ലാതെ 5 പേര്, വെറും 5 പേര്, അവർക്ക് വേണ്ടി ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ മതി. അവർക്കൊരു വിഷമം ഉണ്ടാക്കരുതേ, അവരെ നിന്റെ വഴിയിൽ നടത്തണമേ. അത്രയും പ്രാർത്ഥിച്ചാൽ മതി. അതായത് യേശുപ്പച്ചൻ ഉദ്ദേശിക്കുന്ന വഴിയിൽ അവരെ നടത്തണമേ, അവർക്കൊരു വിഷമം ഉണ്ടാക്കരുതെന്ന് 5 പേർക്ക്. അത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം, ടീച്ചേഴ്സ് ആവാം, ആര് വേണേലും ആവാം. 5 പേരെ റൊട്ടേറ്റ് ചെയ്ത്, ഇപ്പം ഇന്ന് വൈകുന്നേരം സ്കൂളിലുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ നാളെ സൺഡേ സ്കൂളിലുള്ളവർക്ക്, അങ്ങനെ 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 കേട്ടോ. അപ്പൊ ഈ ആക്ടിവിറ്റിയും ചെയ്യണം. സോ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഈ പാട്ട് ശരണത്താലെ പാട്ട് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ ഉള്ള അതൊക്കെ ചെയ്യുക, നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഹോംവർക്ക് എല്ലാം സമയത്തിനുള്ളിൽ തീർക്കുന്നുണ്ട്, ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ എക്സാംസ് അടുത്ത് വരുന്നുണ്ടല്ലോ. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയോ? ഇപ്പോഴേ കുറച്ച് പഠിച്ചെങ്കിൽ എക്സാമിൻ്റെ സമയം വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നത്തില്ല. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിന് നിങ്ങളെല്ലാം വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും കുറേ പഠിക്കാനുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് ഇപ്പോഴേ കുറച്ച് പഠിക്കാൻ തുടങ്ങിക്കോ കേട്ടോ. ലെസൺ 6-ൽ നമ്മൾ പഠിച്ച കാര്യം ഓർക്കുന്നുണ്ടോ? നമ്മുടെ മെമ്മറി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എല്ലാവരും റെഡിയാണോ? എന്നാ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾ അതിൻ്റെ ആൻസർ പറയണം കേട്ടോ. ഉറക്കെ പറയണം. നിങ്ങളുടെ അടുത്തിരിക്കുന്ന പേരൻസോ സിബ്ലിങ്സോ അവരെല്ലാവരും കേൾക്കണം നിങ്ങൾ പറയുന്ന ആൻസേഴ്സ് ഒക്കെ. റെഡിയാണോ? അപ്പോൾ നമ്മുടെ സഭയിലെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ക്രിസ്മസ്, ഓശാന, ഈസ്റ്റർ എന്നൊക്കെയല്ലേ. ഇനി ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ഏതാ? നിങ്ങളിൽ ചിലർ പറയുന്നുണ്ട് ക്രിസ്മസ് എന്ന്, അല്ലേ? അപ്പൊ ക്രിസ്മസ് എന്നാ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നേ? 25th of December. എന്തിനാ നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നേ? ബേബി ജീസസ് ജനിച്ച ദിവസം. ഓർക്കുന്നില്ലേ അതിനെ പറ്റി പഠിച്ചത്? നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബർത്ത്ഡേസ് എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ബേബി ജീസസിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കൊച്ചു അനിയത്തിമാരോ അനിയന്മാരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ബേബി ജനിച്ചാൽ എല്ലാവരും സന്തോഷിക്കും. നിങ്ങളുടെ അനിയത്തിമാരും അനിയന്മാരും ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്കും സന്തോഷം വന്നില്ലേ? നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും സന്തോഷിച്ചില്ലേ? നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നേ? നിങ്ങൾ സ്മൈൽ ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ പുഞ്ചിരി അല്ലെങ്കിൽ നിങ്ങളുടെ സ്മൈൽ ഒന്ന് ഞാൻ കാണട്ടെ. എല്ലാവരും ഒന്ന് സ്മൈൽ ചെയ്തേ. നിങ്ങളുടെ പല്ലുകൾ, നിങ്ങളുടെ ക്യൂട്ട് സ്മൈൽ കാണട്ടെ.
അപ്പോൾ നിങ്ങൾ എപ്പോഴും സന്തോഷമായി ഇരിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ബേബി ജീസസ് ജനിച്ച ദിവസമാണ് ക്രിസ്മസ്. അതെ, അപ്പോൾ ബേബി ജീസസ് എവിടെയാ ജനിച്ചേ? ബേത്ലഹേമിൽ ഒരു പുൽക്കൂട്ടിൽ അല്ലെങ്കിൽ മേഞ്ചർ, അവിടെയാണ് ബേബി ജീസസ് ജനിച്ചത്. അപ്പൊ നമുക്കറിയാം ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും ആ കുഞ്ഞിനെ കാണാൻ വരും അല്ലേ? അതുപോലെ തന്നെ ബേബി ജീസസ് ഉണ്ടായപ്പോൾ ബേബി ജീസസിനെ കാണാനും കുറെ ആൾക്കാർ വന്നു. അത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പൊ ആദ്യം ആരാ വന്ന് ബേബി ജീസസിനെ കാണാൻ? ഷെപ്പേർഡ്സ് അല്ലെങ്കിൽ ആട്ടിടിയന്മാർ. അവര് എങ്ങനെയാ അറിഞ്ഞ് ബേബി ജീസസ് ജനിച്ചു എന്ന്? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാലാഖമാരാണ് അവരെ അറിയിച്ചത്. അങ്ങനെ ഷെപ്പേർഡ്സ് വന്ന് ബേബി ജീസസിനെ ആദ്യം കണ്ടു അല്ലേ? അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്നായിരുന്നോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു സ്റ്റാറിനെ ഫോളോ ചെയ്താണ് അവര് വന്നത്. അത് ആരായിരുന്നു? അതെ, വിദ്വാൻമാർ അല്ലെങ്കിൽ വൈസ്മെൻ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായപ്പോൾ നിങ്ങളുടെ ചില റിലേറ്റീവ്സും ഫ്രണ്ട്സും ഗിഫ്റ്റുമായിട്ടല്ലേ ബേബിനെ കാണാൻ വന്നത്. അതുപോലെ തന്നെ ബേബി ജീസസ് ജനിച്ചപ്പോൾ ഈ വിദ്വാൻമാർ അല്ലെങ്കിൽ വൈസ്മെൻ ഗിഫ്റ്റുമായിട്ടാണ് ബേബി ജീസസിനെ കാണാൻ വന്നത്. അതെന്തൊക്കെ ഗിഫ്റ്റ് ആയിരുന്നു? നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഒന്ന് ഉറക്കെ പറഞ്ഞ് എന്തൊക്കെ ഗിഫ്റ്റ് ആയിരുന്നു? 3 ഗിഫ്റ്റ് ആയിരുന്നു അല്ലേ? പൊന്നും മൂരും കുന്തിരിക്കവും. അപ്പോൾ നിങ്ങൾ എല്ലാ ആൻസേഴ്സും ഉറക്കെ പറഞ്ഞില്ലേ? പറഞ്ഞെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന എൽഡേഴ്സിന് ഒരു ഹൈഫൈ കൊടുത്തേക്ക്. എനിക്കും തന്നേക്ക് ഒരു ഹൈഫൈ. ഇനി നമുക്ക് അത് കഴിഞ്ഞുള്ള സംഭവങ്ങൾ പറ്റി നോക്കാം. നിങ്ങൾ റെഡിയല്ലേ? ഈ വൈസ്മെൻ വേറെ ഒരു രാജ്യത്തിൽ നിന്നാണ് വന്നത്. സ്റ്റാറിനെ ഫോളോ ചെയ്താണ് വന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ബേബി ജീസസ് വരുന്ന എക്സാക്ട് സ്ഥലം അവർക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അവർ ആ രാജ്യത്തെ കിങ്ങിന്റെ പാലസിൽ എത്തി. ആ കിങ്ങിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ? ഒന്ന് പറഞ്ഞേ. ഹേരോദാവ്. ഈ വൈസ്മെൻ രാജാവിനോട് ചോദിച്ചു ജീസസ് എവിടെയാണ് ജനിച്ചതെന്ന്. ഹേരോദാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചു. ബേബി ജീസസ് ബേത്ലഹേമിലാണ് ജനിച്ചതെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ ഹേരോദാവ് ഈ വൈസ്മെനോട് പറഞ്ഞു, ബേത്ലഹേമിലാണ് ബേബി ജീസസ് ജനിച്ചത്, പക്ഷെ എക്സാക്ട് പ്ലേസ് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇതിലെ വന്ന് എന്നോടും പറയണം. എനിക്കും പോയി ബേബി ജീസസിനെ കാണണം. പക്ഷേ പണ്ഡിതന്മാര് രാജാവിനോട് ഈ കുഞ്ഞ് വലുതായി ഈ രാജ്യത്തിന്റെ രാജാവാകുമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പേടിച്ചുപോയി. എന്തിനായിരിക്കും രാജാവ് പേടിച്ചത്? ജീസസ് രാജാവായ ഹേരോദാവിന്റെ സ്ഥാനം പോകത്തില്ലേ? അതുകൊണ്ടാണ് രാജാവ് വിദ്വാൻമാരോട് അവർ തിരിച്ചു വരുമ്പോൾ സ്ഥലം പറയണമെന്ന് പറഞ്ഞത്. പക്ഷെ വിദ്വാൻമാർക്ക് അത് മനസ്സിലായി. അതുകൊണ്ട് അവർ തിരിച്ചു വന്നപ്പോൾ ആ വഴി പോയില്ല, വേറെ വഴി കൂടെയാണ് അവർ തിരിച്ച് അവരുടെ നാട്ടിലോട്ട് പോയത്. അപ്പോൾ രാജാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. രാജാവ് മനസ്സിൽ വിചാരിച്ചു, ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ കൊല്ലും? രാജാവ് ഉടനെ രാജാവിന്റെ സോൾജേഴ്സിനോട് ഓർഡർ കൊടുത്തു, 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ബോയ്സിനെയും കൊല്ലണമെന്ന്. ജീസസ് ഇപ്പോൾ ജനിച്ചതേ അല്ലേ ഉള്ളൂ. അപ്പോൾ ബേബി ജീസസും ഈ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ
കൂട്ടത്തിൽ പെടുമെന്ന് രാജാവിന് അറിയായിരുന്നു. അങ്ങനെ സോൾജേഴ്സ് എല്ലാ വീട്ടിലും കയറി 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ബോയ്സിനെയും കൊന്നു. പക്ഷേ ബേബി ജീസസിനെ കൊല്ലാൻ പറ്റിയില്ല. അതെന്തായിരിക്കും? ഒരു ഏഞ്ചൽ ജോസഫിനും പ്രത്യക്ഷപ്പെട്ടു. കുഞ്ഞിനെ കൊണ്ട് ഈജിപ്തിൽ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു ആ ഏഞ്ചൽ. അവര് രാജാവ് മരിച്ചതിന് ശേഷമാണ് തിരിച്ചു വന്നത്. അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങൾ അന്ന് കൊല്ലപ്പെട്ടു. ഈ കുഞ്ഞുങ്ങൾ ശിശു സഹദേന്മാർ അല്ലെങ്കിൽ ഹോളി ഇന്നസെൻസ് എന്നാണ് അറിയപ്പെടുന്നത്. സഹദ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിൻ്റെ അർത്ഥം രക്തസാക്ഷി എന്നാണ്. അതായത് നമ്മുടെ വിശ്വാസം നിലനിർത്താൻ കൊല്ലപ്പെട്ട ആൾക്കാർ. ഈ സഹദേന്മാർ സ്വർഗത്തിൽ ദൈവത്തോടു കൂടെയാണ് വസിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളായോണ്ട് ഈ കുഞ്ഞു സഹദേന്മാരോട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഈ സഹദേന്മാരുടെ പേരിൽ ചില പള്ളികളുണ്ട്. ഫോർ എക്സാമ്പിൾ, ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ മെഴുവേലി ഹോളി ഇന്നസെന്റ് ഓർത്തഡോക്സ് ചർച്ച്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ കുഞ്ഞു സഹദേന്മാരോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. അത് നിങ്ങൾ ആൻസേഴ്സ് എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവരും അയച്ചു കൊടുക്കുമല്ലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് രാജാവിൻ്റെ അടുക്കലാണ് വിദ്വാൻമാർ യേശുവിനെ അന്വേഷിച്ചു ചെന്നത്? ഏത് രാജാവിൻ്റെ അടുക്കലാണ് വിദ്വാൻമാർ യേശുവിനെ അന്വേഷിച്ചു ചെന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് രാജാവ് ഭയപ്പെട്ടത്? എന്തുകൊണ്ടാണ് രാജാവ് ഭയപ്പെട്ടത്? തേർഡ് ക്വസ്റ്റ്യൻ. യേശുവിന് വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ നാം എന്ത് വിളിക്കുന്നു? യേശുവിന് വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ നാം എന്ത് വിളിക്കുന്നു? In English, to which king did the wise men go asking about Jesus? That's your first question. Your second question, why was the king scared? Why was the king scared? Third question, what do we call the infants who are martyred for Jesus? What do we call the infants who are martyred for Jesus? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതി ടീച്ചേഴ്സിന് അയക്കണം കേട്ടോ. ഇനി ഇന്നത്തെ മനപാഠവാക്യം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യം. അപ്പോൾ എല്ലാവർക്കും പാട്ട് പാടുന്ന ഇഷ്ടമാണോ? പാട്ട് പാടാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പം നമുക്കൊരു ഗീതം പഠിച്ചാലോ? ഈ ഗീതം വിശുദ്ധ കുർബാനയിൽ സ്ലീഹന്മാരെയും സഹദേന്മാരെയും ഓർത്ത് കൊണ്ട് ചൊല്ലുന്ന ഒരു ഗീതമാണ്. നമ്മുടെ ധൂപപ്രാർത്ഥനയിൽ ഉണ്ട് ഈ ഗീതം. അപ്പം ഞാനൊന്ന് പാടി കേൾപ്പിക്കാം. നിങ്ങൾ കേട്ടിട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ഓക്കെ? നിർമ്മല നീബി സ്നേഹ സഹദേന്മാരെ നിങ്ങളുടെ മകുടം വാനിൽ ഭക്തജനം ഭൂവിൽ മഷിഹാതൻ സഭയിൽ ശക്തി വളർത്തിയ നിങ്ങളുടെ സ്മൃതി മാനിച്ചോർ എങ്ങും ധന്യൻ താൻ മുറിയോരാഹേ മേലേനുവാതാരേ. ഓക്കെ, എല്ലാവരും കേട്ടല്ലോ. ഇനി നമുക്ക് ഒരു വർഷം കൂടെ പാടി നോക്കിയാലോ? എല്ലാരും ഉറക്കെ എൻ്റെ കൂടെ പാടണം കേട്ടോ. നിർമ്മല നീബി സ്നേഹ സഹദേന്മാരെ നിങ്ങളുടെ മകുടം വാനിൽ ഭക്തജനം ഭൂവിൽ മഷിഹാതൻ സഭയിൽ ശക്തി വളർത്തിയ നിങ്ങളുടെ
സ്മൃതി മാനീച്ചോൻ എങ്ങും ധന്യൻ താൻ മുറിയോരാഹി മേലേനുവാതാരേ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിച്ചേ? ജീസസ് ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ ജീസസിനെ കാണാൻ 3 വിദ്വാൻമാർ അല്ലെങ്കിൽ വൈസ് മെൻ വന്നു. അവർക്ക് ജീസസ് എവിടെയാ ജനിച്ചതെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഹേരോദാവിൻ്റെ അടുത്തേക്ക് പോയി. ഹേരോദാവ് ജീസസിനെ കൊല്ലാൻ പ്ലാൻ ഇട്ടു. കാരണം ജീസസ് രാജാവാകുമെന്ന് പണ്ഡിതന്മാർ ഹേരോദാവിനോട് പറഞ്ഞു. അങ്ങനെ രാജാവ് 2 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ബോയ്സിനെ കൊല്ലാൻ ഓർഡർ കൊടുത്തു. അങ്ങനെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ ശിശു സഹോദരന്മാർ അല്ലെങ്കിൽ ഹോളി ഇന്നസെൻസ് എന്ന് വിളിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അങ്ങയുടെ നാമത്തിൽ മരണം വരിച്ച സഹോദരന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.